നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പുനലൂരിലും ചിതറയിലും KSEB ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച്. പുനലൂരിൽ AIYF മാർച്ചിനിടെ പ്രവർത്തകർ KSEB ഓഫീസിലേക്ക് ഇരച്ചുകയറി. പ്രവർത്തകരും പോലീസുമായി സംഘർഷം. സമരം പിരിഞ്ഞ പ്രവർത്തകരെ പുനലൂർ CI അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് വാക്കേറ്റത്തിനിടയാക്കി. ചരിത്രത്തിലാദ്യമായി പശുവിനെയും കിടാരിയെയും DNA ടെസ്റ്റിന് വിധേയമാക്കാൻ കോടതി ഉത്തരവിട്ട സംഭവത്തിൽ DNA ഫലം പുറത്തുവന്നത് കേസിലെ പ്രതിക്ക് അനുകൂലമായ ഫലം. ചിതറയിൽ രാത്രി വയൽ നികത്തുന്നത് ചോദ്യം ചെയ്ത ഓട്ടോറിക്ഷ ഡ്രൈവറെ മണ്ണ് മാഫിയ സംഘം ആക്രമിച്ചു. ഉപജീവനമാർഗമായ ഓട്ടോറിക്ഷയും തല്ലിത്തകർത്തു. പരിക്കേറ്റ ഡ്രൈവർ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ. കനത്ത മഴയ്ക്ക് പിന്നാലെ തെന്മല പരപ്പാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു. വൃഷ്ടിപ്രദേശത്ത് മഴ തുടർന്നാൽ സംഭരണശേഷി കവിയുന്ന ഡാം തുറക്കാൻ സാധ്യത. കിടാരിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി കോടതിയിലെത്തിയ തർക്കം പരിഹരിക്കാനുള്ള അന്തിമ ഫലമെത്തി. ചരിത്രത്തിലാദ്യമായി പശുവിനെയും കിടാരിയെയും DNA ടെസ്റ്റിന് വിധേയമാക്കാൻ കോടതി ഉത്തരവിട്ട സംഭവത്തിലാണ് DNA ഫലം പുറത്തുവന്നത്. പത്തനാപുരം കറവൂരിലാണ് കേസിനാസ്പദമായ സംഭവം. കേസിലെ പ്രതിക്ക് അനുകൂലമായ ഫലമാണ് പുറത്തുവന്നത്. കോടതി ഉത്തരവിനെ തുടർന്ന് ചരിത്രത്തിലാദ്യമെന്നോണം പശുവിനെയും കിടാരിയെയും DNA ടെസ്റ്റിന് വിധേയമാക്കുകയായിരുന്നു. കറവൂർ കുമരംകുടി വലിയപ്പച്ച വിജയവിലാസത്തിൽ ശശികലയുടെ ഉടമസ്ഥതയിലുള്ള കിടാരിയെ ചൊല്ലിയായിരുന്നു തർക്കം. സമീപവാസിയായ കുമരംകുടി GS ഭവനിൽ ഗീതയുടെ കിടാരിയെ 2013 ഡിസംബറിൽ കാണാതെ പോയിരുന്നു. വനമേഖലയിൽ മേയാൻ വിട്ട സമയത്തായിരുന്നു കാണാതെ പോകുന്നത്. ഇതേ തുടർന്ന് കാണാതായ പശു സമീപവാസിയുടെ വീട്ടിലുണ്ടെന്ന് കാട്ടി ശശികലയെയും മകൻ വരുണിനെയും പ്രതിയാക്കി ഗീത പത്തനാപുരം പോലീസിൽ പരാതി നൽകി. ഒടുവിൽ തർക്കം മൂത്ത് കേസ് കോടതിയിലെത്തി. എന്നാൽ കോടതി കിടാരിയുടെ സംരക്ഷണം ശശികലയെ തന്നെ ചുമതലപ്പെടുത്തി. കാണാതായ തന്റെ കിടാരി തന്നെയാണ് ശശികലയുടെ പക്കലുള്ളതെന്ന് കാട്ടി ഗീത ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ഹൈക്കോടതിയിൽ കീഴ്ക്കോടതി വിധി ശരിവെക്കുകയായിരുന്നു. കാണാതായ പശുവിന്റെ തള്ളപ്പശു തന്റെ പക്കലുണ്ടെന്നും DNA ടെസ്റ്റ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഗീത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് 2014 ജനുവരി 6 ചരിത്രത്തിലാദ്യമായി കിടാരിയെയും തള്ളപ്പശുവിനെയും DNA ടെസ്റ്റിന് വിധേയമാക്കി. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലാണ് DNA ടെസ്റ്റ് നടത്തിയത്. കഴിഞ്ഞ ദിവസം പരിശോധനാ ഫലം പുറത്തുവന്നപ്പോൾ കിടാരി ഗീതയുടെ പക്കലുള്ള പശുവിന്റെ കുട്ടി അല്ലെന്നായിരുന്നു വിധി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് AIYF പ്രവർത്തകർ പുനലൂർ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളും. പ്രതിഷേധം കഴിഞ്ഞു പിരിഞ്ഞ പ്രവർത്തകരെ CIയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് AIYF സംസ്ഥാന വ്യാപകമായി നടത്തിയ KSEB ഓഫീസ് മാർച്ചിന്റെ ഭാഗമായാണ് പുനലൂരിൽ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിനിടെ പോലീസും പ്രവർത്തകരുമായി ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. ചൊവ്വാഴ്ച രാവിലെ CPI പുനലൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് KSEB ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്നാണ് സമരക്കാരും പോലീസും തമ്മിൽ ബലപ്രയോഗമുണ്ടായത്. പോലീസ് ബന്ദോബസ്ത് ലംഘിച്ച് KSEB ഓഫീസിലേക്ക് പ്രവർത്തകർ ഇരച്ചുകയറി. ഇത് ഏറെ നേരം പോലീസും പ്രവർത്തകരുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു. പിന്നീട് നടന്ന പ്രതിഷേധം AIYF പുനലൂർ മണ്ഡലം സെക്രട്ടറി VS പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ഓരോ വെട്ടവും ജനങ്ങളുടെ മേൽ അധികമായി കുടിശ്ശിക വരുത്താതെ തന്നെ അധികമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വന്നിട്ടുള്ളത്. എന്നാൽ ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിനോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആര്യാടനോട് പറയാനുള്ളത്, കിട്ടാനുള്ള മുതലാളിമാരിൽ നിന്നുള്ള കോടിക്കണക്കിന് രൂപയാണ് KSEBക്ക് കുടിശ്ശിക ഇനത്തിൽ കിട്ടുവാനുള്ളത്. കേരളത്തിലെ മുതലാളിമാരെ തൊടാൻ ധൈര്യമില്ലാത്ത ഈ ഗവൺമെന്റ് അതിന്റെ പാപഭാരം മുഴുവനും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മണ്ടയിൽ കെട്ടിവെക്കുന്ന സമീപനമാണ്. കോടിക്കണക്കിന് രൂപയാണ് മുതലാളിമാരിൽ നിന്നും കുടിശ്ശിക ഇനത്തിൽ KSEBക്ക് കിട്ടാനുള്ളത്. അത് ആദ്യമായി ഈ ഗവൺമെന്റ് പിരിച്ചെടുക്കുവാനുള്ള സമീപനം സ്വീകരിക്കട്ടെ. അതോടൊപ്പം തന്നെ പ്രസരണ രംഗത്തെ ശേഷിക്കുറവ് അത് നികത്തട്ടെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരള സംസ്ഥാനം ഭരിക്കുമ്പോൾ സഖാവ് ബാലൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ
കേരളത്തിൽ വൈദ്യുതിക്ക് മിച്ച സംസ്ഥാനമായിരുന്നു. എന്നാൽ UDFന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം എല്ലാ ദിവസവും പവർ കട്ടാണ്. ഒരു ദിവസം പോലും കുട്ടികൾക്ക് പഠിക്കുവാൻ കറണ്ടില്ല, ഒരു ദിവസവും കറണ്ടില്ല. എന്നാൽ ഇല്ലാത്ത കറണ്ടിന് ഇരട്ടി പൈസ കൊടുക്കേണ്ട സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കപ്പെടുന്നത്. മണ്ഡലം പ്രസിഡന്റ് ഐ മൻസൂർ അധ്യക്ഷനായി. മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അനൂപ് വൈസ് പ്രസിഡന്റ് സിബിൽ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിൽ പങ്കെടുത്തു പിരിഞ്ഞ പ്രവർത്തകരെയും AIYF മണ്ഡലം സെക്രട്ടറി VS പ്രവീൺകുമാറിനെയും പുനലൂർ CI അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും വാക്കേറ്റത്തിനിടയാക്കി. സമരത്തിനിടെ പോലീസിന് നേരെ കയ്യേറ്റം നടത്തിയെന്നാരോപിച്ചായിരുന്നു അറസ്റ്റിന് ശ്രമം നടന്നത്. തുടർന്ന് പ്രവർത്തകരെ CI ബലമായി അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റിയെങ്കിലും സമരക്കാർ പോലീസ് വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്നു. പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ ചിതറ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ ജ്വാല എന്ന പേരിൽ കത്തിച്ചുപിടിച്ച മെഴുകുതിരികളുമായാണ് പ്രവർത്തകർ പ്രതിഷേധമുയർത്തിയത്. CPM കടക്കൽ ഏരിയ കമ്മിറ്റി അംഗം K സുകുമാരപിള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചിതറ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പ്രതിഷേധ സൂചകമായി കത്തിച്ചുപിടിച്ച മെഴുകുതിരിയുമായി പ്രവർത്തകർ KCB ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം മുഴക്കി. വൈദ്യുതി ചാർജ് പിൻവലിക്കുകയും അഴിമതി ഭരണം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ആനന്ദകുസുമം, A ഹംസ, ഷിബുലാൽ, കിഴക്കുംഭാഗം നജീം, സുജിത കൈലാസ്, അനീസ്, ജിജിൻ കുമാർ, കൃഷ്ണ നന്ദു, MS ശ്യാമളകുമാരി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ജലസംരക്ഷണത്തിൽ മാതൃകാ പദ്ധതിയുമായി നഗരസഭ രംഗത്ത്. വേനൽക്കാലത്ത് കിണറുകളിൽ ജലനിരപ്പ് ഉയർത്തുന്ന ആർട്ടിഫിഷ്യൽ റീചാർജിംഗ് വാട്ടർ ടാങ്ക് യാഥാർത്ഥ്യമായി. വിളക്കുവട്ടം LP സ്കൂളിലാണ് ടാങ്ക് നിർമ്മിച്ചത്. ഈ മാസം 30-ന് പദ്ധതി ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ ഉപാധ്യക്ഷൻ S ബിജു അറിയിച്ചു. ഈ പ്രോജക്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം 30-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക്, ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വിളക്കുവട്ടം LPSൽ നടക്കും. ഉദ്ഘാടനം ബഹുമാനായ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ S ജയമോഹനാണ് നിർവഹിക്കുന്നത്. നഗരസഭാ പ്രദേശത്തുണ്ടാകുന്ന കടുത്ത ജലക്ഷാമം പരിഹരിക്കുന്നതിനും ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിച്ചുമാണ് വിളക്കുവട്ടം LPSൽ ആർട്ടിഫിഷ്യൽ റീചാർജിംഗ് വാട്ടർ ടാങ്ക് നിർമ്മിച്ചത്. നീർത്തട സംരക്ഷണ പദ്ധതിയുടെ മുക്കടവ് വാട്ടർഷെഡിലെ പ്രവേശന പദ്ധതിയായാണ് നഗരസഭ ഈ യൂണിറ്റ് സ്ഥാപിച്ചത്. സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ മഴ പെയ്തിറങ്ങുന്ന വെള്ളം PVC പൈപ്പിലൂടെ ശേഖരിച്ച് 5000 ലിറ്റർ ശേഷിയുള്ള ടാങ്കിൽ നിറയ്ക്കുന്നു. അതിൽ നിന്ന് മറ്റൊരു പ്രകൃതിദത്ത അരിപ്പിയോടുകൂടിയ ടാങ്കിലെത്തിച്ച് അരിച്ചിറക്കുന്ന വെള്ളം കിണറുകളിൽ നിറയ്ക്കും. ഇതിലൂടെ 200 മീറ്റർ ചുറ്റളവിലുള്ള കിണറുകളിൽ വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. മാത്രമല്ല, സ്കൂളിന് പുറത്തും പദ്ധതിയുടെ ഒരു പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ പൊതുജനങ്ങൾക്കും ജലം ശേഖരിക്കാനാകും. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നത് പദ്ധതിയിലൂടെ തടയാനാകും. ഒഴുകിപ്പോകുന്ന ജലത്തെ പരിസ്ഥിതിക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മാതൃകാ പദ്ധതിയാണിതെന്ന് നഗരസഭാ ഉപാധ്യക്ഷൻ S ബിജു ചൂണ്ടിക്കാട്ടി. പ്രകൃതിദത്തമായി ജലത്തെ സംരക്ഷിക്കാനും ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രോജക്ടുകൾ വാട്ടർഷെഡിന്റെ ഭാഗമായി നടപ്പിലാക്കുകയാണ്. ആ കൂട്ടത്തിലെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രോജക്റ്റാണ് വിളക്കുവട്ടം LPSൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അവിടെ സ്കൂൾ കെട്ടിടത്തിലും പരിസരത്തും പെയ്തിറങ്ങുന്ന മഴവെള്ളം പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ആ മഴവെള്ളം ഉപയോഗിച്ച് കിണർ റീചാർജ് ചെയ്യുകയും ആ വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുകയും ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള ഒരു പ്രോജക്റ്റാണ്. 5000-ലധികം ലിറ്റർ വെള്ളം കൊള്ളാവുന്ന ടാങ്കിലേക്കാണ് ശേഖരിക്കപ്പെടുന്നത്. അത് പിന്നീട് ഫിൽറ്റർ ചെയ്ത് കിണറ്റിൽ ആ വെള്ളം ഇറക്കുകയും ടാങ്കിൽ ശേഖരിക്കപ്പെടുന്ന വെള്ളം ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ഏറ്റവും മാതൃകാപരമായ മുൻകാലങ്ങളിൽ വയലുകളും കുളങ്ങളും നാട്ടുവഴികളും അടക്കം ജലം ഭൂമിയിൽ റീചാർജ് ചെയ്യാൻ നിരവധി പ്രകൃതിദത്ത മാർഗങ്ങളുണ്ടായിരുന്നു. നീർത്തടങ്ങൾ നികത്തപ്പെട്ടതോടെയാണ് പുതിയ മാർഗങ്ങൾ ബോധപൂർവം ആസൂത്രണം ചെയ്യുന്നത്. 1.25 ലക്ഷം രൂപയാണ് പദ്ധതി ചെലവ്. നീർത്തട പദ്ധതിയുടെ ഭാഗമായി ജൈവവേലികൾ, മഴക്കുഴികളടക്കം ജലസംരക്ഷണത്തിനുള്ള നിരവധി പദ്ധതികൾ നഗരസഭ വരുന്ന 3 വർഷക്കാലം കൊണ്ട് പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പാക്കും. 9 കോടി രൂപയാണ് വാട്ടർഷെഡ് പ്രോജക്ടിന്റെ മൊത്തം അടങ്കൽ തുക. 5 വർഷമാണ് പദ്ധതി കാലാവധി. നിർമ്മാണം പൂർത്തീകരിച്ച ആർട്ടിഫിഷ്യൽ
ആർട്ടിഫിഷ്യൽ റീചാർജിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ആഗസ്റ്റ് 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 വിളക്കുവട്ടം LPSൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ നിർവഹിക്കും. നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദ് ചടങ്ങിൽ അധ്യക്ഷയാകും. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ അടക്കം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. നഗരസഭയുടെ സംരംഭത്തിന് പൊതുജനങ്ങളുടെ സഹകരണം വേണമെന്ന് നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദ് അഭ്യർത്ഥിച്ചു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ചാണ് നഗരസഭാ പ്രദേശത്ത് നീർത്തട പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിത്രയിൽ മണ്ണ് മാഫിയയുടെ വിളയാട്ടം. രാത്രിയിൽ വയൽ നികത്തുന്നത് ചോദ്യം ചെയ്ത ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ചു. ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ തല്ലി തകർത്തു. പരിക്കേറ്റ ഡ്രൈവർ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ. ചിതറ കുളത്തറയിൽ തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. ചിതറ പള്ളിക്കുന്നുംപുറം സനൂജ മനസ്സിലിൽ സനോഫറിനാണ് മണ്ണ് മാഫിയയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. രാത്രിയിൽ ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് JCB ഉപയോഗിച്ച് മണ്ണിട്ട് നികത്തുന്നത് സനോഫറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. രാത്രിയിൽ വയലിൽ മണ്ണ് നികത്തുന്നത് ചോദ്യം ചെയ്തതിനാണ് മണ്ണ് മാഫിയ സംഘത്തിൽപ്പെട്ടവർ യുവാവിനെ കയ്യേറ്റം ചെയ്തത്. തുടർന്ന് സംഘം യുവാവിന്റെ ഓട്ടോ തല്ലി തകർക്കുകയും ചെയ്തു. പരിക്കേറ്റ സനോഫർ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓട്ടം പോയിട്ട് വരുന്ന വഴിയാണ്, വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ മണ്ണ് വയലിലേക്ക് ഇടിച്ചിടുന്ന കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു, വയലിലേക്ക് മണ്ണിടുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവന്മാർ ഇത്തിരി നേരം വണ്ടി നിർത്തി വയ്ക്കുകയും ഉടനെ എന്നെ 2 പേര് ബൈക്കിൽ വന്ന് എന്നെ അടിച്ചു വീഴ്ത്തുകയും വണ്ടി JCB എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. തുടർന്ന് എൻ്റെ ആട്ടോ അടിച്ചു പൊളിച്ച് അതായിട്ടൊന്ന് രാവിലെ ഞാൻ അറിഞ്ഞത്. ഇന്നലെ തന്നെ എന്നെ കടയ്ക്ക് രാത്രി ആൾക്കാരെല്ലാം കൂടെ കൂടി കടയ്ക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം ഒരു 4-5 പേരുണ്ട്. അതിൽ 2 പേര് ബൈക്കിൽ വന്നവരും അല്ലാതെ 3-4 പേര് പണിക്കാരും JCBയുടെ പണിക്കാരും അവിടെ ഉണ്ടായിരുന്ന ഒരാൾ. തോടും സമീപത്തെ വഴിയും ഉൾപ്പെടെ മണ്ണിട്ട് നികത്തി കഴിഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ മണ്ണിടുവാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞിരുന്നു. വില്ലേജ് ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും സ്ഥലമുടമയും വില്ലേജ് ഓഫീസറുമായുള്ള ബന്ധം മൂലം യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ചിതറയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പണിമുടക്ക് നടത്തി. കടയ്ക്കൽ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. മാമ്പഴത്തറ നാഗമല റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AT ഫിലിപ്പ് തിരഞ്ഞെടുപ്പ് കാലത്ത് തട്ടിപ്പ് നടത്തിയെന്ന് പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു. മാമ്പഴത്തറയിലെ മഴക്കെടുതി വിലയിരുത്താനെത്തിയ MLA മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. ഫിലിപ്പ് സാറും ഒരു വലിയ ഇലക്ഷൻ തട്ടിപ്പ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ആ പ്രഖ്യാപനം നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലായത്. മാസങ്ങൾ പലത് കഴിഞ്ഞുപോയെങ്കിലും ഇതുവരെ നബാർഡുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് ചെയ്യുന്നതിനുള്ള യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് തനിക്കിപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മാമ്പഴത്തറ നാഗമല റോഡ് നിർമ്മാണത്തിനായി 90 ലക്ഷം രൂപ മാറ്റിവെച്ചിരുന്നു. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് നബാർഡുമായി ചേർന്ന് 14 കോടി രൂപയുടെ മറ്റൊരു പദ്ധതി തയ്യാറാക്കുന്നുവെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AT ഫിലിപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടും നബാർഡുമായി ചേർന്ന് റോഡ് പണിക്കായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. റോഡ് പണി നടത്താത്തത് ഈ പ്രദേശത്തെ ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയും വഞ്ചനയുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷത്തെ MLA ആസ്തി വികസന ഫണ്ട്, ഒരു നിയോജക മണ്ഡലത്തിലേക്ക് ഉപയോഗിക്കാനുള്ള ആസ്തി വികസന ഫണ്ട്, ആ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 90 ലക്ഷം രൂപ ഇവിടെ മാമ്പഴത്തറ നെടുമ്പാറ റോഡിന് വേണ്ടിയിട്ട് MLA ഫണ്ടിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും ആ നിർദ്ദേശം ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിബിലിനടുത്ത് പറയുകയും അതോടൊപ്പം പാർട്ടിയിൽ അനുവാദമെല്ലാം വാങ്ങി അതിനാവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തത്. അപ്പോഴാണ് ഇവിടെ പ്രതിദാനം ചെയ്യുന്ന ബ്ലോക്ക് മെമ്പർ ഒരു വലിയ പ്രോജക്റ്റുമായിട്ട് വന്നത്. അതായത് ഏതാണ്ട് ഒരു 10-12 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു വലിയ റോഡ് ഇവിടെ ഇതുവഴി നിർമ്മിക്കാം. അപ്പോൾ അതുകൊണ്ട് MLA ആ പണി ചെയ്യേണ്ടതില്ല. എന്നോട് പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രസ്സുകാരെയെല്ലാം വിളിച്ചു ചേർത്ത് അതുപോലെ തന്നെ പത്രങ്ങളിലും എല്ലാം വാർത്ത കൊടുക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് കാലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നടത്തിയ തട്ടിപ്പാണിതെന്നും MLA കൂട്ടിച്ചേർത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ തുറന്ന് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും MLA ആവശ്യപ്പെട്ടു. ഈ പ്രദേശത്തെ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള ഒരു വലിയ വഞ്ചനയും ക്രൂരതയുമാണിത്. ആ 90 ലക്ഷം രൂപ യഥാർത്ഥത്തിൽ മറ്റ് മേഖലയിൽ സ്കൂൾ നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണെങ്കിൽ അത് മാപ്പ് പറയാൻ ഫിലിപ്പ് സാർ തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിനുശേഷം എങ്ങനെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൂട്ടായിട്ട് ആലോചിക്കാനും തയ്യാറാണ്. ഇപ്പോഴത്തെ പുതിയ MPയുടെ അടുത്ത് ഈ വിവരം ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ആലോചിക്കണം. ഒരു വലിയ വർക്ക് ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് MPയെ ഉറുകുന്നിൽ വെച്ച് ഒരു മീറ്റിംഗിൽ ഞങ്ങൾ ഒന്നിച്ച് കണ്ടു. അവിടെ വെച്ച് ഈ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.
തെന്മല ഗ്രാമപഞ്ചായത്തിലെ മാമ്പഴത്തറയിൽ ജില്ലാ സംസ്ഥാന ഭരണകൂടങ്ങൾ കൂടുതൽ വികസന പദ്ധതികൾ അനുവദിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മഴക്കെടുതി നേരിട്ട മാമ്പഴത്തറ പ്രദേശം സന്ദർശിക്കുമ്പോഴാണ് കെ ശശിധരൻ ആവശ്യമുന്നയിച്ചത്. പഞ്ചായത്തിലെ ഒറ്റപ്പെട്ട സ്ഥലവും ഗിരിവർഗ കോളനിയുമുള്ള മാമ്പഴത്തറ കുറവൻതാവളം പ്രദേശങ്ങളിൽ ഫണ്ട് അനുവദിക്കുന്നതിന് പഞ്ചായത്തിന് പരിമിതിയുണ്ടെന്നും കെ ശശിധരൻ കൂട്ടിച്ചേർത്തു. നിരവധി വർഷങ്ങളായി മാമ്പഴത്തറ കുറവൻതാവളത്തെ റോഡിന്റെ പ്രശ്നം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളതാണ്. ഏതാണ്ട് 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നാഗമല മുതൽ ഉപ്പുകുഴി വരെയുള്ള റോഡ് തെന്മല ആര്യങ്കാവ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഈ റോഡ് വളരെ വർഷങ്ങളായി ദുർഘടമായി കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ ഫണ്ടിൽ നിന്നുകൊണ്ട് ഈ റോഡിന്റെ പണികൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് രാജീവ് ഗാന്ധി ഗ്രാമീണ സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നിരവധി വർഷങ്ങളായി നടത്തുന്നുണ്ട്. ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഈ കാലവർഷക്കെടുതിയിൽ ഈ റോഡ് മുഴുവൻ ഒലിച്ചു പോയിരിക്കുകയാണ്. റോഡ് യഥാർത്ഥം നെടുകെ പിളർന്ന് അഗാധമായ ഗർത്തങ്ങളുണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇനി വളരെ അടിയന്തരമായി ഈ റോഡ് പുനർനിർമ്മിച്ചില്ലെങ്കിൽ ഇതുവഴി വാഹന ഗതാഗതം നടത്തുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നും ഇന്നലെയൊക്കെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഈ മേഖലയിലുള്ള ആളുകളെല്ലാം സ്കൂളിൽ പോകുന്നതിന് ജീപ്പും ബൈക്കുകളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. തകർന്നിടക്കുന്ന പാലത്തിൻ്റെ അവിടെ വരെ ജീപ്പ് വന്നിട്ട് പിന്നീട് നടന്ന് അപ്പുറത്ത് കയറി ബൈക്കുകളിലും മറ്റു വാഹനങ്ങളിലൊക്കെ കയറിയാണ് അവർ ഇത്തരം സ്കൂളുകളിലും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി പുനലൂരിലേക്കൊക്കെ പോകുന്നത്. ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് നടത്തുന്നതിനുള്ള ആവശ്യം നടപടികൾ സ്വീകരിക്കും. ബഹുമാനപ്പെട്ട എംപിയോട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നതാണ്. ഇന്ന് ഈ കാലവർഷക്കെടുതി മൂലം റോഡ് തകർന്നപ്പോൾ വീണ്ടും എംപിയുമായി ബന്ധപ്പെട്ട് ഈ റോഡിന്റെ കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുമുണ്ട്. പ്രദേശത്തെ മിക്ക പാലങ്ങളും തകർന്ന നിലയിലാണ്. നാഗമല മുതൽ മാമ്പഴത്തറ വരെയുള്ള റോഡിന്റെ അവസ്ഥ ശോചനീയമാണ്. ചാലിയക്കര വഴിയുള്ള ഗതാഗതവും പാലം തകർന്നത് മൂലം പൂർണ്ണമായും നിലച്ചു. മഴ കനത്തത് മൂലം കഴിഞ്ഞ 3 ദിവസങ്ങളിലായി KSRTC ബസ് സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. സ്കൂൾ കുട്ടികളടക്കം പ്രദേശവാസികൾ ജീപ്പുകളിലും ഇരുചക്ര വാഹനങ്ങളിലുമാണ് യാത്ര ചെയ്യുന്നത്. 50 ഏക്കറിലെ പാലം തകർന്നതും പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. മാമ്പഴത്തറ ഗിരിവർഗ കോളനിയിൽ വെള്ളം കയറി കൃഷിനാശവും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. 4-5 പിള്ളേരുണ്ട്, പൊടി കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ളത്. ഞങ്ങൾ രക്ഷപ്പെട്ട തള്ളന്മാര് 4 പേരുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. ഈ വെള്ളം പറ്റുന്നവരെ ഞങ്ങൾ അതിൻ്റെ അകത്തായിരുന്നു. പക്ഷേ പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത് ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ടെന്ന്. പക്ഷെ നമ്പർ വന്നാൽ ഞങ്ങൾ നമ്മളോട് പറഞ്ഞു പോയതിന് പിന്നെ നമ്പർ പോലും ഇങ്ങോട്ട് അന്വേഷിക്കാൻ വന്നതുമില്ല. അക്കരെ വന്ന് അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവരങ്ങ് പോയി. ഇങ്ങോട്ട് ആരും വന്ന് ചോദിച്ചത് പോലുമില്ല. കുറവൻതാവളം മാമ്പഴത്തറ പാതയിൽ ജില്ലാ പഞ്ചായത്ത് റോഡിനായി 15 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ 1 വർഷം പിന്നിട്ടിട്ടും നാളിതുവരെ ടാറിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ മെറ്റലിങ് എന്ന് പറഞ്ഞാൽ വാട്ടർ ട്രോളിങ് നടത്തി അതിനുശേഷം കുറേ മെറ്റൽ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ കോൺട്രാക്ടർമാരും അതിൻ്റെ കൺവീനർമാരും ചെയർമാൻമാരും എല്ലാം അനാസ്ഥ കാണിക്കുകയും കൂടെ ചെയ്യുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ ഗതാഗത അസൗകര്യം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ബാധിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് പുനലൂർ പോകുന്നതിനോ അല്ലെങ്കിൽ കഴുതുരുട്ടി തെന്മല പോകുന്നതിനോ ഞങ്ങൾക്ക് കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഇതുകൂടാതെ വനം വകുപ്പ് റോഡിനായി അനുവദിച്ച 40 ലക്ഷം രൂപ കൊല്ലം ജോയിന്റ് CCF ഇടപെട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നതും തിരിച്ചടിയായിട്ടുണ്ട്. പ്രദേശത്തെ വികസനം ഗൌരവമായെടുത്ത് സർക്കാർ നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. പാറക്കോറികളുടെ പ്രവർത്തനാനുമതിക്ക് വേണ്ട കുറഞ്ഞ ദൂരപരിധി ജനവാസ മേഖലയിൽ നിന്നും 100 മീറ്റർ തന്നെയെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ്. കടക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. ക്വാറികളുടെ ദൂരപരിധി 50 മീറ്ററാക്കി കുറച്ചുവെന്ന് കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു. 2011 ജൂലൈ മാസം മുതൽ നടപ്പിലാക്കിയ നിയമത്തിൽ ഇതുവരെ മാറ്റമുണ്ടായിട്ടില്ല. ഈ നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് പ്രവർത്തിച്ചിരുന്ന 150 ക്വാറികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി ഇളവ് നൽകാൻ മാത്രമാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ അറിയിച്ചു. 2011 ജൂലൈ മാസത്തിനു ശേഷം പ്രവർത്തനം തുടങ്ങിയ എല്ലാ ക്വാറികൾക്കും 100 മീറ്റർ പരിധി ബാധകമാണ്. അതേസമയം ക്വാറികളുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഖനന വകുപ്പിന്റെ നിബന്ധനകൾ പ്രകാരം ദൂരപരിധി 50 മീറ്റർ തന്നെയാണ്. 50 മീറ്റർ പരിധി പാലിക്കുന്ന ക്വാറികൾക്ക് ഖനന വകുപ്പ് അനുമതി നൽകുമെങ്കിലും മലിനീകരണ നിയന്ത്രണ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകില്ലെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കനത്ത മഴയ്ക്ക് പിന്നാലെ തെന്മല പരപ്പാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു. 115 മീറ്റർ സംഭരണശേഷിയുള്ള അണക്കെട്ട് നിറയാൻ അവശേഷിക്കുന്നത് 2 മീറ്റർ മാത്രം. കഴുതുരുട്ടി കല്ലടയാറുകൾ കരകവിഞ്ഞൊഴുകുന്നതും പൊന്മുടി മലമേഖലകളിലുണ്ടായ ഉരുൾപൊട്ടലുമാണ് ജലനിരപ്പ് അതിവേഗത്തിൽ ഉയരാനിടയാക്കിയത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തഹസീൽദാറുടെ നിർദ്ദേശപ്രകാരം തെന്മല വില്ലേജ് സ്പെഷ്യൽ ഓഫീസർ ഡാമിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 115.8 മീറ്റർ സംഭരണശേഷിയിൽ ജലമെത്തുമ്പോഴാണ് സാധാരണഗതിയിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാറുള്ളത്. നീരൊഴുക്ക് വർദ്ധിക്കുകയും ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിക്കുകയും ചെയ്താൽ വരും ദിവസങ്ങളിൽ ഡാമിന്റെ ഷട്ടർ തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല.
പുതുതായി +2 അനുവദിച്ച നെടുമ്പാറ TCNM ഹൈസ്കൂളിൽ ബുധനാഴ്ച മുതൽ ക്ലാസുകൾ തുടങ്ങുമെന്ന് സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ അറിയിച്ചു. നെടുമ്പാറ TCNM HSൽ ആഗസ്റ്റ് 27 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ബഹുമാനായ കൊല്ലം MP ശ്രീ NK പ്രേമചന്ദ്രൻ ഈ കോഴ്സിന്റെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്ന ചടങ്ങിൽ ബഹുമാനായ പുനലൂരിന്റെ MLA രാജു സാർ, അഡ്വക്കേറ്റ് K രാജു അവർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉദ്ഘാടനവും അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് ഈ സ്കൂളിന് അനുവദിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. അതുപോലെ +1 കൊമേഴ്സ് ബാച്ചിന്റെ ഉദ്ഘാടനം ബഹുമാനായ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ S ജയമോഹനും +1 പ്രവേശന ഉത്സവം ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീമതി B അയ്യമ്മാൾ നിർവഹിക്കും. വളരെയധികം നന്ദി ഗവൺമെന്റിനെ അറിയിക്കുകയും ഇതിന്റെ വിജയത്തിനായി ഒരു സ്കൂൾ സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ വരുന്ന നാളുകളിൽ കൂടുതൽ ഇപ്പോൾ ഒരു ബാച്ച് അനുവദിച്ചു കിട്ടിയ ഇവിടെ വീണ്ടും ബാച്ചുകൾ അനുവദിക്കാമെന്ന് ഗവൺമെന്റ് ഉറപ്പു തന്നിട്ടുണ്ട്. അത് ഈ ബാച്ചിന്റെ വിജയത്തിനനുസരിച്ചായിരിക്കും വീണ്ടും ബാച്ചുകൾ ഉണ്ടാകുന്നത്. ആ വിജയത്തിനു വേണ്ടി പരിശ്രമിക്കാൻ മുഴുവൻ ജനങ്ങളും ഒത്തൊരുമിച്ച് നിൽക്കണം. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. കഴുതുരുട്ടി ഐശ്വര്യ ജനശ്രീ സംഘത്തിന്റെ നേതൃത്വത്തിൽ വാർഷിക ലാഭവിഹിതവും ഓണക്കിറ്റുകളും വിതരണം ചെയ്തു. ഞായറാഴ്ച കഴുതുരുട്ടി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. ജനശ്രീ കുളത്തൂപ്പുഴ മണ്ഡലം സഭാ ചെയർമാൻ പ്ലാവിള ഷെരീഫ് ചടങ്ങിൽ അധ്യക്ഷനായി. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B അയ്യമ്മാൾ ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്ര സലീം ലാഭവിഹിതം വിതരണം ചെയ്തു. കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ഏകദേശം 15 കോടിയോളം രൂപ ജനശ്രീയുടെ വിവിധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്രാന്റ് ഉൾപ്പെടെ കൊടുക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ കാര്യം നമുക്കറിയാം. നമുക്കും ഭാവിയിൽ ഗവൺമെന്റ് തലത്തിലുള്ള ഗ്രാന്റുകൾ നേടിയെടുക്കുവാൻ വലിയ ലോണുകൾ ഇപ്പോൾ നമ്മുടെ കുടുംബശ്രീ 5 ലക്ഷം രൂപ വായ്പ എടുക്കുന്നു. അത് 10 ലക്ഷത്തിലേക്ക് പോകത്തക്ക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനശ്രീയുടെയും കുടുംബശ്രീക്കും പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യത്തിൽ ബാങ്കുകൾക്ക് യാതൊരു സംശയമില്ല. അതിനോടൊപ്പം തന്നെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ നമ്മുടെ പഞ്ചായത്ത് തന്നെ വിവിധ ഗ്രൂപ്പുകൾ ചില പ്രവർത്തനങ്ങൾ കുടുംബശ്രീ നടത്തിയിട്ട് പരാജയപ്പെട്ട പല അവസ്ഥകളുമുണ്ട്. എന്നാൽ ജനശ്രീയുടെ പ്രവർത്തനം കൂടുതൽ മികവുറ്റതാക്കിക്കൊണ്ട് സ്വയം തൊഴിൽ സംരംഭ മേഖലകളിലേക്ക് ആ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിക്കുന്നതിന് കഴിഞ്ഞാൽ വളരെയേറെ മെച്ചപ്പെട്ട നിലയിൽ ഇന്നിപ്പോൾ 500 രൂപയുടെ ക്യാഷും 500 രൂപയുടെ സാധനമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത ഓണം വരുമ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു തുക കുടുംബങ്ങളിലേക്ക് ലഭിക്കത്തക്ക അവസ്ഥയിലേക്ക് നമുക്കിത് മാറ്റാൻ കഴിയും. ആര്യങ്കാവ് മണ്ഡലം സഭാ ചെയർമാൻ മൈക്കിൾ ജോസഫ്, മണ്ഡലം പ്രസിഡന്റ് G വിജയകുമാർ, അഡ്വക്കേറ്റ് ജോർജ് കുട്ടി, ആനച്ചാടി സോമൻ, ബിന്ദു ഗോപാലകൃഷ്ണൻ, രാധാകൃഷ്ണപിള്ള, ലത്തീഫ ബീവി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പുനലൂരിലും ചിതറയിലും KSEB ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച്. പുനലൂരിൽ AIYF മാർച്ചിനിടെ പ്രവർത്തകർ KSEB ഓഫീസിലേക്ക് ഇരച്ചുകയറി. പ്രവർത്തകരും പോലീസുമായി സംഘർഷം. സമരം പിരിഞ്ഞ പ്രവർത്തകരെ പുനലൂർ CI അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് വാക്കേറ്റത്തിനിടയാക്കി. ചരിത്രത്തിലാദ്യമായി പശുവിനെയും കിടാരിയെയും DNA ടെസ്റ്റിന് വിധേയമാക്കാൻ കോടതി ഉത്തരവിട്ട സംഭവത്തിൽ DNA ഫലം പുറത്തുവന്നത് കേസിലെ പ്രതിക്ക് അനുകൂലമായ ഫലം. ചിതറയിൽ രാത്രി വയൽ നികത്തുന്നത് ചോദ്യം ചെയ്ത ഓട്ടോറിക്ഷ ഡ്രൈവറെ മണ്ണ് മാഫിയ സംഘം ആക്രമിച്ചു. ഉപജീവനമാർഗമായ ഓട്ടോറിക്ഷയും തല്ലിത്തകർത്തു. പരിക്കേറ്റ ഡ്രൈവർ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ. കനത്ത മഴയ്ക്ക് പിന്നാലെ തെന്മല പരപ്പാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു. വൃഷ്ടിപ്രദേശത്ത് മഴ തുടർന്നാൽ സംഭരണശേഷി കവിയുന്ന ഡാം തുറക്കാൻ സാധ്യത. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.